കാണുന്നത് പോലെ നല്ല വിളവുള്ള തെങ്ങുകൾക്ക് ശാസ്ത്രീയ പരിചരണങ്ങൾ കൃത്യമായി തന്നെ നൽകേണ്ടതുണ്ട്. ഒരു തെങ്ങിന് വേണ്ടുന്ന പോഷകങ്ങൾ സമീകൃതമായി തന്നെ ലഭ്യമാക്കണം. അതോടൊപ്പം വേണ്ടത്ര ജലസേചനവും നൽകണം. എല്ലാ വർഷവും മുടങ്ങാതെ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഇതേപോലെ തടമെടുക്കുക എന്നുള്ളതാണ്. തെങ്ങിൻ മണ്ടയുടെ വിസ്തൃതി വേണം തടത്തിന്. എന്നു പറഞ്ഞാൽ 1.25 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ചുറ്റളവിലുള്ള തടത്തിന് 25 സെന്റിമീറ്റർ താഴ്ചയും ഉണ്ടാകണം. തടമെടുത്താൽ ഉടൻ മഴക്കാല ആരംഭത്തിൽ തന്നെ മണ്ണിന്റെ അമ്ലത അഥവാ പുളി കുറയ്ക്കുവാൻ കുമ്മായം അഥവാ ഡോളോമൈറ്റ് ഒരു തെങ്ങിന് 1 കിലോ മുതൽ 2 കിലോ വരെ തടത്തിലിട്ടുകൊടുക്കണം. മറ്റു യാതൊരു വളങ്ങളും കുമ്മായത്തോടൊപ്പം ഇടാൻ പാടില്ല. മണ്ണു പരിശോധന ക്രമമായി നടത്തി മണ്ണിൽ കുറവുള്ള പോഷകങ്ങളാണ് വളങ്ങളായി നൽകേണ്ടത്. പോഷകങ്ങൾ ലഭ്യമാക്കുവാൻ സമീകൃതമായ ജൈവ വളപ്രയോഗവും രാസവളപ്രയോഗവും വേണ്ടിവരും. കായ്ക്കുന്ന ഒരു തെങ്ങിന് ഒരു വർഷം 25 മുതൽ 50 കിലോ വരെ നിർബന്ധമായും ജൈവവളങ്ങൾ നൽകണം. പറമ്പിലെ പാഴ്മരച്ചില്ലകളും കുലവെട്ടിയ വാഴത്തടയും കമ്പോസ്റ്റും തണലിൽ ഉണങ്ങിപ്പൊടിച്ച ചാണകവുമൊക്കെ ജൈവവളങ്ങളാണ്. കൂട്ടത്തിൽ 1-2 കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ്. തെങ്ങിനെ സംബന്ധിച്ച് ഉയർന്ന വിളവ് കിട്ടണമെങ്കിൽ അളവിൽ കൂടുതൽ വേണ്ടിവരുന്ന പോഷകമൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവ ലഭ്യമാക്കുവാൻ ജൈവവളപ്രയോഗം മാത്രം പോരാ, രാസവളങ്ങൾ കൂടി നൽകണം. യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്നിവ നൽകിയാൽ ഈ 3 പോഷകങ്ങളും ലഭിക്കും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇവയുടെ അളവ് നമുക്ക് നിശ്ചയിക്കാം. പ്രധാന വളപ്രയോഗത്തിന് പുറമെ വളരെ കുറഞ്ഞ അളവിൽ വേണ്ടതായ മൂലകങ്ങൾ ലഭ്യമാക്കുന്ന വളക്കൂട്ടും നൽകണം. അത്തരമൊരു വളക്കൂട്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. കൽപ്പരക്ഷ എന്ന പേരിൽ തൈത്തെങ്ങിനും കൽപ്പവർദ്ധിനി എന്ന പേരിൽ കായ്ക്കുന്ന തെങ്ങിനുമുള്ള വളങ്ങൾ. ബോറോൺ എന്ന മൂലകത്തിന്റെ അഭാവം തെങ്ങിൽ മച്ചിങ്ങ കൊഴിച്ചിലിനും കൂമ്പ് കരിയലിനും പേട്ടുതേങ്ങ കായ്ക്കലിനും വഴിവെക്കുന്നു. ബൊറാക്സ് എന്ന വളം കായ്ക്കുന്ന ഒരു തെങ്ങിന് 150 ഗ്രാം എന്ന തോതിൽ നൽകിയാൽ ബോറോൺ അഭാവം നികത്താം. ഓല മഞ്ഞളിക്കുന്നത് മഗ്നീഷ്യത്തിന്റെ കുറവുകൊണ്ടാണ്. കായ്ക്കുന്ന ഒരു തെങ്ങിന് 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നൽകിയാൽ മഞ്ഞളിപ്പ് മാറിക്കിട്ടും. തെങ്ങിന് വേനലിൽ ആവശ്യമായ അളവിൽ ജലസേചനം 3 ദിവസത്തിലൊരിക്കൽ വീതമെങ്കിലും നടത്തണം. അതിനായി ജലമിതത്വത്തിന് തുള്ളിനന സമ്പ്രദായം ഉപയോഗപ്പെടുത്താം.